ഇതെന്താണെന്നറിയാമോ, നമ്മൾ പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ച് കോമൺ സെൻസ് ഉണ്ടാവും, എഡ്യൂക്കേറ്റഡ് ഫെലോ ആണ്, കുറച്ച് കോമൺ സെൻസ് ഉണ്ടാകും, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് മര്യാദയോടെ സംസാരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കും. ആക്ച്വലി കോമൺ സെൻസ് ഒന്ന് പോയിട്ട്, മര്യാദ പോയിട്ട്, ലെവുത്ത പോലും ഇല്ലാത്ത ഒരു പ്രത്യേകതര സാധനം, ഒന്നും പറയാനില്ല, എനിക്ക് വയ്യ. എൻ്റെ മകൻ, എൻ്റെ അച്ഛനും, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയും, എൻ്റെ ചേട്ടത്തിയുടെ ചേട്ടൻ്റെ ഭാര്യയും മാത്രം നോക്കും. ഞാൻ മരിച്ചു പോകാൻ വേണ്ടി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിലും ഈ കാൻസർ വന്നതിൻ്റെ പുറകിൽ പോലും എൻ്റെ ശത്രുക്കളാണ്. നീ ജന്മന ഇങ്ങനെയാണ്, അതെ, നീ ഇപ്പോഴെങ്ങനെ ആയതാണോ? നീ ജന്മനായതിങ്ങനെ ആയിരിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. നിൻ്റെ വിചാരം എന്താണെന്നറിയാം, കേരളത്തിലുള്ള മൊത്ത ജനങ്ങളും മന്ദബുദ്ധികളാണ്, നീ മാത്രം ഒരു ബുദ്ധി രാക്ഷസി, നിൻ്റെ കൂടെയുള്ള കുറച്ച് അവർക്കുറക്കികളും ബുദ്ധി രാക്ഷസി. ഇതാണ് നിൻ്റെ ചിന്ത, അതാണ് നിൻ്റെ പ്രശ്നം. ഒത്തു പറയാനില്ല. ഇതെന്താ പ്രശ്നം എന്നറിയാം. അപ്പം നമ്മൾ രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് കിച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കിച്ചു പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്നും പറയാനില്ല, ആരോ എന്തോ പറയട്ടെ, ഞാൻ റിത്തപ്പനെ കാണാനായിട്ട് അവിടെ പോകും, റിത്തപ്പനെ ഞാൻ കാണും എന്നാണ് ആ കുട്ടി പറയാറ്. പിന്നെ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിത്തപ്പൻ്റെ ബ്രദറാണല്ലോ, അപ്പോൾ റിത്തപ്പന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും രാഹുൽ നിൽക്കണം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടീനെ രാഹുൽ നോക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും സജഷൻ. അപ്പോൾ അത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചത്തുപോകില്ല, പിന്നെ ഗ്യാരണ്ടീഡാണ്, നീ ചാവില്ല, ഗ്യാരണ്ടിയാണ്, ഒരു പ്രശ്നമില്ല നിനക്ക് ഇവള് പറയണ കണക്ക് ഇവൾക്ക് അസുഖം ഉണ്ടെന്നോ. എനിക്ക് കുറേ പേര് ചാർട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എത്രയാണ് അവിടുത്തെ സെയിം മെഡിക്കൽ കോളേജിൽ തന്നെ, പിന്നെ ക്യാൻസർ വാർഡിൽ വർക്ക് ചെയ്യുന്ന, ക്യാൻസർ വാർഡിൽ പിന്നെ അസുഖത്തിന് വേണ്ടിയിട്ട് പോകുന്ന കുറേ പേരുടെ ചാർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇടാം, കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ അതിനകത്തൊക്കെ എത്ര രൂപയാകുന്നുണ്ട് എക്സ്പെൻസൊക്കെ അവർ പറയുന്നുണ്ട്. അതൊരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് മാത്രം 3,45,080 കിംസ് ഏറ്റവും എക്സ്പെൻസീവ് ഹോസ്പിറ്റലാണ് ഇൻ ട്രിവാൻഡ്രം. ഐ തിങ്ക് 2016 ഞാൻ അവിടെ ലാസ്റ്റിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയത്. 3rd സ്റ്റേജ് ആയിരുന്നു. അന്ന് വെൽനെസ് ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അത്രയും നല്ലൊരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ടുള്ള ആൾ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്തത്. ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ, അതിന് മുമ്പ് കീമോ എടുത്തിട്ട് സക്സസ് ആയിരുന്നു. പയ്യൻ സ്വസ്ഥമായിട്ട് ഇപ്പോൾ ജീവിച്ചു പോകുന്നുണ്ട് കേട്ടോ. 3rd സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവൻ ആകെ തകർന്നായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അതും നമ്മൾ ഈ വൻകുടലില്ലേ, മലം പോകുന്ന ഭാഗത്താണ് അത്. അപ്പോൾ അവൻ അനുഭവിച്ച ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കാരണം ഹെവി ആയിരുന്നു. നമ്മൾ അവനെ നോക്കാൻ നിൽക്കുന്നവരാണ് അവനേക്കാൾ കൂടുതൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് മൊത്തം ചിലവായത് 10 ലക്ഷം രൂപയാണ്, മൊത്തം ടോട്ടൽ എക്സ്പെൻസ്. കിംസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു ബ്രദറും അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ 3 lakhs ആണ് ഒരു 10 ദിവസത്തെ എക്സ്പെൻസിൻ്റെ ഇത് വന്നത്. കിംസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് സെക്ടറിൽ ഇങ്ങനെ ഇത്ര ഫെസിലിറ്റീസ് ഉള്ള ഒരിടത്ത് എത്ര എക്സ്പെൻസ് വരും എന്നൊക്കെ നമുക്കറിയാം. സാരമില്ല, അങ്ങനെ തിന്നാൻ ഉള്ളവൾ അങ്ങനെ തിന്നും, അതിനകത്തൊന്നും പറയാനൊക്കത്തില്ല. ഈ നമുക്കൊക്കെ ഇതിൽ ഭയം വരുന്നത് എന്തെന്നറിയാമോ? ഇപ്പോൾ ദൈവത്തിൻ്റെ മാലാക കുട്ടിയായിട്ട് അവതരിച്ചിരിക്കുന്ന ദൈവമാലാക പുത്രി ഈ പൈസ പിന്നെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കാനും മോഷ്ടിക്കാനും നുണ പറയാനും ഒക്കെ കാണിക്കുന്ന വ്യഗ്രത എന്തുകൊണ്ടെന്നറിയാം? ദൈവത്തിന് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ദൈവത്തിനോടുള്ള ആ ഒരു ഇഷ്ടം, അതായത് ദൈവത്തിനോടുള്ള ആ ഭയം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മോശപ്രവർത്തികൾക്ക് പോകാത്തത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ള മറുപടി ഉണ്ടാവും, അത് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ രാഹുലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ രാഹുൽ പറയുന്ന കാര്യം കുട്ടീനെ കാണാൻ പോകുമെന്നുള്ളതാണ്. അന്നത്തെ വിഷയത്തിലും ഇത്രയധികം ഹറാസ്മെൻറ്റും ഇത്രയധികം ബുള്ളിയിങ്ങും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രേഷ്മ പി തങ്കു അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് മാത്രമല്ല. രേഷ്മ പി തങ്കു ആഹ്വാനം കൊടുക്കണം, ഇവർക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഇതിനകത്ത് നല്ല ക്രിമിനലുകളാണ് ഉള്ളത്, എല്ലാം ക്രിമിനലുകളാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഇവരുടെ കമൻസ് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു കോമള വല്ലി ഒരുത്തിയുണ്ട്, ലോക കൂറ സ്ത്രീയാണത്, അത് ബിന്ദു.
പിന്നെ ആരൊക്കെയാണ്, കുറേ ഉണ്ട്, കുറേ അലവലാദികളാണ് കമൻ്റ് ഇടാനായിട്ട് വേണ്ടി. ഞാൻ ഇവരുടെയൊക്കെ ഫേക്ക് നോക്കി വെച്ചിട്ട്, പിന്നെ ചിന്നക്കട വെടി, അയ്യോ മാസ്റ്റർ പീസാണ് ചിന്നക്കട വെടി. ചിന്നക്കട വെടി ഇവളെ കൊണ്ട് നടന്ന് വിറ്റുകൊണ്ട് തിന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. അത് ആ വിപ്പന ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ചിന്നക്കട വെടി ഇപ്പോൾ അല്ലാതുള്ള വിൽപ്പനയാണ് നടക്കുന്നത്. ഒന്നും പറയാനില്ല, മൊത്തം ഭ്രാന്ത് സാധനങ്ങൾ. അപ്പോൾ ഇതിന് ഈ കുട്ടി വന്ന് കൊച്ചിനെ കാണാൻ വരും എന്നുള്ള ആ ഒരു ഇത് പ്രശ്നം ഒന്നുമല്ല. ഞാൻ മനസ്സില തീട്ടത്തിൽ കിടന്നാൽ ഇവറ്റകൾ നക്കിയെടുക്കും, മനസ്സിലായോ? തീട്ടാണ് അത്. ആ പൈസ എടുത്ത് കഴുകിയെടുക്കുകയെങ്കിലും ചെയ്യും സാധാരണ മനുഷ്യർ, ഇവർ നക്കിയെടുക്കും. അത് തങ്കും അതെ മോളും അതെ. പിന്നെ പലിശയ്ക്കൊക്കെ കൊടുക്കുന്നവർ, അവരുടെയൊക്കെ മാനസിക ഇതെന്താണെന്ന് നമ്മൾ പറയണ്ടല്ലോ. അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഉപജീവന മാർഗ്ഗം അങ്ങനെയും കണ്ടെത്താമെന്നുള്ളത് കൊണ്ട് അതൊക്കെ ചെയ്യുന്നു. മോള് എങ്ങനെ കൊണ്ടുവരുന്ന പൈസയായാലും നോ പ്രോബ്ലം, അതെല്ലാം നമ്മൾ പലിശയ്ക്കൊക്കെ കൊടുത്ത് അങ്ങനെ ജീവിച്ച് സുഭിക്ഷമായിട്ട് പോകും എന്നുള്ളതാണ്. അസുഖം വന്നാലെങ്കിലും ദൈവവിചാരം ഉണ്ടായി ഒത്തിരി ഒന്ന് അടങ്ങണം. എവിടെ? അപ്പോൾ അച്ഛനെ കറക്കി കമ്പനിയിലെടുത്തു. അപ്പോൾ അച്ഛൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ആ ചെറുക്കൻ്റെ നേരെ അങ്ങ് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങേര് ഒരു നിവൃത്തിയില്ലാത്ത യുദ്ധമാണ്. അങ്ങേരെ വിചാരം അങ്ങേര് ഭയങ്കര ശരിയാണെന്നും അങ്ങേര് പോപ്പാണെന്നൊക്കെയാണ് അങ്ങേരെ ഒരു കുരിശൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പോപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പുള്ളി. കോമഡി പീസൊന്നുമല്ല, ഞാൻ എന്താ പറയുക. അയ്യോ ഈ പയ്യൻ വന്ന് കൊച്ചിനെ കാണാതിരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇത്രയൊക്കെ ആയാലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയും അതിനെന്താ ഇപ്പോൾ അവർക്ക് ക്യാൻസർ അല്ലേ, അവരങ്ങനെ പറയും പാടുണ്ടോ, ഇതായിരിക്കും ഡയലോഗ്. അല്ല, ക്യാൻസർ പേഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന കൊണവതിയാരം ആർക്കും ഒന്നും പറയാനുണ്ടാവത്തില്ല, മനസ്സിലായോ? ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവക്ക് വക്കാലത്തും പറഞ്ഞുകൊണ്ട് വരുന്നവരൊന്ന് ചിന്തിക്കുക. ഇവള് പറയണ എൻ്റെ മോൻ, എൻ്റെ സുയിച്ചേട്ടൻ്റെ മോൻ എൻ്റെ മോനാ, അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നിടം വരെ അവൻ എൻ്റെ മോനാ. ഇത്രയും വൾഗാരിറ്റി, ഇത്രയും വൃത്തികേട് ആ ബിഷപ്പിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടും ആ കുട്ടി ഒരു അക്ഷരം പറയുന്നില്ല. ഞാൻ അവിടെ പോവാത്ത കാരണം ഇതാണ്. അവർ ഈ സാധനം ചെയ്തത് എനിക്കിഷ്ടമില്ല. നീ മനസ്സിലാവാത്തൊരു കാര്യം, ഇവള് തുറന്ന് കാണിച്ചിട്ട് കൊഞ്ചി കുഴഞ്ഞതല്ല പ്രശ്നം, അത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ കുട്ടിയാണ് കുഴപ്പം. ക്യാൻസർ വന്നപ്പോൾ അത് പറഞ്ഞുകൂടാ, അതിന് മുമ്പ് പറയണമായിരുന്നു. അതിന് മുമ്പ് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേൾക്കും. കോമൺ സെൻസീസ് എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ട് സാധനമാണ്. അത് ആർക്കും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ഉണ്ടായാൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡീൽ. അമ്മാതിരി സ്റ്റുപ്പിഡ് പീപ്പിളിനെ വെച്ച് നമ്മളിത് സമാളിക്കേണ്ടി വരും. സോ ബി കെയർഫുൾ. കോമൺ സെൻസ് ഇല്ലാതിരിക്കുന്നതിന് നമുക്ക് നല്ലതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കൊള്ളാം, അത് എനിക്കിഷ്ടപ്പെട്ട്. നല്ലൊരു അറ്റംപ്റ്റാണ്. തീർച്ചയായിട്ടും രാഹുലിനെ അവിടെ വരുത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് കുട്ടിയുടെ മേൽ അവകാശമില്ല എന്ന് പറയാൻ. അവൻ്റെ അച്ഛൻ്റെ മകനാണല്ലോ, അവൻ്റെ മോനല്ലല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് അവന് സിബ്ലിങ്സ് ഉണ്ട്. അവൻ്റെ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ അവിടെ ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ട് അവന്. അതുമാത്രമല്ല അവൻ്റെ മരണപ്പെട്ടു പോയ അമ്മയ്ക്കും മക്കളുണ്ട്. അങ്ങനെ ആരുമില്ലാത്ത പയ്യനൊന്നുമല്ല അവൻ, സിബ്ലിങ്സേ ഇല്ല അന്ന്. പക്ഷേ രാഹുലിൻ്റെ കേസിലേ ഈ പറയുന്നത് പോലെ അല്ല. നീ വേറെ കെട്ടിയതിൽ കൊച്ചുങ്ങളെ ഉണ്ടാക്കി നീ എനക്ക് അഴിച്ചുകളയിലായിരുന്നു പരിപാടി. നീ ഇതൊരെണ്ണത്തിനെ ഉണ്ടാക്കിയുള്ളൂ. ആ ചെറുക്കൻ്റെ യഥാർത്ഥ സിബ്ലിംഗ് എന്ന് പറയുന്നത് ഈ പയ്യൻ തന്നെയാണ്, അവൻ്റെ അച്ഛനിലുണ്ടായ കുട്ടി തന്നെയാണ്. പക്ഷേ നീയാണിപ്പോൾ ഈ കാണിക്കുന്ന അത്ര കുതന്ത്രം ഉണ്ടാക്കണേന്നാണ് മനസ്സിലാവുന്നത്. ഒരു രീതിയിൽ മാപ്പർഹിക്കാത്ത വൃത്തികേടുകൾ മാത്രം പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഇവൾ ദൈവവിളിയിൽ കേൾക്കുകയാണെന്നാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ബിഷപ്പിൻ്റെ സഭ ഏതെന്നൊന്ന് പറയാമോ? ബിഷപ്പിൻ്റെ സഭ ഏത് വിഭാഗത്തിലാണ് വർക്ക് ചെയ്യണമെന്നൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരടുത്തുള്ള എൻ്റെ ചോദ്യമാണ്. ഈ ബിഷപ്പിൻ്റെ സഭ ഏത് സഭയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇവർ മതം മാറ്റം നടത്തിയ ആൾക്കാരുടെ ലിസ്റ്റ് കൊണ്ട് തരട്ടെ. അതെന്തിനാണ് ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആൾക്കാരെ മതം മാറ്റുന്നത്? ഒബ്വിയസ്ലി ഹിന്ദുമത സംസ്കാരത്തിനെ ബേസ് ചെയ്തിട്ട് അതിനകത്തുള്ള ഉച്ചനീചത്വങ്ങൾ, ജാതീയത എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ വർക്ക് ബേസ് ചെയ്തിട്ടാണ് ജാതി ഉണ്ടാവുന്നത്. ഇപ്പം തട്ടാൻ, പാണൻ, പറയൻ പോലെ ഇവർക്കൊക്കെ ഓരോരോ തൊഴിലുണ്ട്. തൊഴിലടിസ്ഥാനത്തിലാണ് ജാതി വന്നിട്ടുള്ളത്. പക്ഷേ അത് ബേസ് ചെയ്തിട്ട് അവർക്ക് ഡിസ്ക്രിമിനേഷൻ വരുന്നത് കൊണ്ടാണ് ജാതീയതയ്ക്കെതിരെ നിയമം പോലും പാസ്സാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അതുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ശരിയല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ പോയി അച്ഛനും അമ്മയെന്ന് വിളിക്കുന്നതല്ല ശരി. അവിടെ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നേറാൻ പഠിക്കണം. ഈ നവോത്ഥാന നായകന്മാരൊക്കെ തന്നെ മതം മാറുന്നല്ല പറഞ്ഞത്, ആ വിശ്വാസത്തിലുള്ള ഈ പോരായ്മകൾ, ഈ വീഴ്ചകൾക്ക് എഗൻസ്റ്റാണ് സംസാരിച്ചത്.
എല്ലാവരും മോസ്റ്റ് ഓഫ് ദം നാരായണ ഗുരുവൊക്കെ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ്, അല്ലാതെ ഇന്ന മതത്തിലേക്ക് നിങ്ങൾ പോയി ചേരാനല്ല പറഞ്ഞിരിക്കുന്നത്. അത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇനി കൂടുതൽ എന്നെ ചലഞ്ച് ചെയ്താൽ ഞാൻ എവിഡൻസ് ഉൾപ്പെടെ കൊണ്ടുവന്നിടും. ഇയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം, അയാൾ മതം മാറിയിട്ടില്ല. ആര്? തങ്കുവിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് അവരുടെ ആ സഭയാണ്. ആ സഭക്കാർ ഇവരെ കൂടെ ഉണ്ട്. ബിന്ദു അമ്മിണി അതിൻ്റെ ഹെഡാണ്. ബിന്ദു അമ്മിണി 24 മണിക്കൂറും പ്രൗഡ്ലി പറയുന്ന ഒരു സാധനം അതാണ്, ഞാൻ അങ്ങനെ ഒരു കാസ്റ്റിൽ ജനിച്ചതാണ് എന്ന്. അതൊരു ഇരവാദം വെച്ചിട്ടാണ് കളി മുഴുക്കുക. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കോമൺ സെൻസ് ഉള്ളവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരു വൃത്തികേടാണ് ഈ പെണ്ണ് പറയുന്നത്. രാഹുൽ എന്നിട്ട് കിച്ചുവിനെ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു എന്ന ടൈമിലാണ് സംസാരിക്കുന്നത്. എൻ്റെ അറിവിൽ രാഹുൽ അവനെ കാണാൻ പോകുമെന്നാണ് പറഞ്ഞത്. അവനെ കാണാൻ പോകണ്ട, അവനവിടെ അവകാശമില്ല എന്ന് പറയുമ്പോൾ ചെറുക്കൻ്റെ പേർക്കുള്ള വസ്തുവിൽ കയറി കുത്തിയിരുന്നിട്ടല്ല അത് കുരയ്ക്കേണ്ടത്. നീ നിൻ്റെ മോനൊരു വീട് വെച്ച് കൊടുത്തിട്ട് മാറവിടുന്ന്. ഒന്നുകിലും നീ മാറി അവൻ്റെ അടുത്ത് അതിൻ്റെ അവകാശം ചോദിക്കും, അല്ലെങ്കിൽ അവൻ്റെ കൊടുക്കേണ്ട അവകാശം കൊടുത്തിട്ടിരുന്നോണ്ട് കൊര. അതിനൊരു ഡീസൻസി ഉണ്ട്. അവൻ്റെ ചാപ്പാടിൽ, അവൻ്റെ ചെലവിൽ, അവൻ്റെ പണത്തിൽ, അവൻ്റെ വീട്ടിൽ കയറി കുത്തിയിരുന്നിട്ട് വസ്തു തന്ന അച്ഛനെയും കയറി പിടിച്ച് സോപ്പിട്ട് അവിടെ ഇരുത്തിയാ നീ രക്ഷപ്പെടുമെന്നല്ല. അച്ഛനല്ല ആ വീട് വെച്ചത്. അച്ഛന് 7 സെൻറ്റ് വസ്തുവേ ഉള്ളൂ. ആ 7 സെൻറ്റ് വസ്തുവിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ മിണ്ടാനൊക്കൂല. അത് നീ കൊടുത്തിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അല്ലെങ്കിൽ രാഹുൽ ദാസിൻ്റെ പേർക്കാണ് ആ വസ്തു ഇരിക്കുന്നത്. അത് വിട്ടെഴുതി തരണമെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് അവന് കൊടുക്കുക. ഇത് ഞാൻ പറയണേല്ല, പൊതുസമൂഹം പറയണേണ്. ഞാനാണെങ്കിൽ ഒരു വണ്ടി പിടിച്ച് അവിടെ ലാൻഡ് ചെയ്യൂടി, അടിച്ച് ഞാൻ പൊട്ടിക്കുക എല്ലാത്തിനെയും. ചറവറ തുണി ചവറെല്ലാം കൂടെ എടുത്ത് മുറ്റത്തോട്ട് എറിഞ്ഞിട്ട് കാല് മുടക്കി ആ തങ്കുവിൻ്റെ തലയ്ക്ക് ഒരെണ്ണം തരും. കാല് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ എടുത്ത് ദൂരെ എറിയും. നാണം കിട്ടതിനൊക്കെ ആസനത്തിൽ വാലി മുളച്ച അതും ഒരു തണ്ടെന്ന് പറയുന്ന കണക്ക് കണ്ടവൻ്റെ ചാപ്പാടിൽ കിടന്നിട്ട് അവനെ തെറി പറയുന്നു. വല്ല കാര്യമുണ്ട്? നക്കി തിന്നാൻ നല്ലുപ്പില്ലാതെ എവിടെ കിടന്നൊരു ദരിദ്രവാസി ആ സുധി ആ ചെറുക്കന് വേണ്ടി കെട്ടിക്കൊണ്ട് വന്നതാണ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ചെറുകൻ. പിന്നെ ഒരു കാര്യമുണ്ട്, 2-3 കെട്ടൊക്കെ ആയ സ്ഥിതിക്ക് അവനെ കെട്ടാൻ പിന്നെ ഇതുപോലുള്ളതിനല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം അങ്ങനെ കെട്ടി എടുത്തുകൊണ്ട് വന്ന അവളുടെ ഒരു പടാരിപ്പും ബഹളമൊക്കെ കണ്ട അയ്യോ ശിവനെ ഇതെല്ലാം പോട്ട് സിനിമയ്ക്ക് പോയി. അത് കേൾക്കണ്ടേ? ഇവർ സിനിമയ്ക്ക് പോയ അവസ്ഥയിൽ ഒരു മിനിറ്റ് അത് എടുത്തോണ്ട് വരട്ടെ. ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള ഒരാളാണ് വിളിക്കുന്നത്. പറയൂ. അതെ, ഞങ്ങള് കഴിഞ്ഞ 4-ാം തീയതി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലുള്ള ധന്യാന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയായിരുന്നു. രാത്രി 9 മണിയായപ്പോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിനും രേണുസുതിയുടെ ചേച്ചി തിയേറ്ററിന്റെ ഭാഗത്ത് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അനിയത്തി പിക്കിലോ ഞാൻ കണ്ടില്ല. കാര്യം തലവടി ഇങ്ങനെ തുണി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് ഫോൺ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞ വലിയ തീരുള്ള ചെരുപ്പ് കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ തിയേറ്ററിന്റെ മണ്ടയ്ക്ക് വന്ന് ഞങ്ങൾ വന്നതിന്റെ ബാക്കിൽ അവര് സിനിമയ്ക്ക് ഇരുന്നു. സിനിമയുടെ പേര് അരൂപി. ആ സിനിമ കാണാൻ വന്നിട്ട് സിനിമയുടെ തിയേറ്ററിൽ ഞങ്ങളുടെ പുറകെ തൊട്ട് ബാക്കിലായിരുന്നു. എന്നിട്ട് ഞാനും മോനും കൂടെ ആയിരുന്നു സിനിമ കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളെ എന്റെ മോന്റെ സീറ്റിൽ ഇട്ടങ്ങ് ചവിട്ടായി പുള്ളിക്കാരി. എന്നിട്ട് ഭയങ്കര കോമഡി, തമാശയും ചിരിയും പിന്നെ എന്തൊക്കെയോ തിന്നു ഇരുന്ന്. അവസാനം ഞങ്ങൾക്ക് മടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിലത്തെ ഒഴിഞ്ഞു കിടന്ന സീറ്റ് പോയിരിക്കുമായിരുന്നു. അവർക്ക് ഒരസുഖം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ചേച്ചി, പൊന്നി ചേച്ചി. അവർക്ക് ഒരസുഖം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവര് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല. 4-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ കഴിഞ്ഞ 4-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ കണ്ണിൽ കണ്ട കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പുറത്ത് പറയണം. ഞാൻ ഇന്നിപ്പോൾ ഇത് ഇട്ടാനുള്ള കാരണം നീ അവിടെ ഇരുന്നിട്ട് ഇതിന് വർത്താനം പറയണേ. ഇത് എൻ്റെ കയ്യിലെത്തിയെന്നും ഇത് പബ്ലിക്ക് വരുമെന്നും അറിഞ്ഞത് കൊണ്ടിട്ടുള്ള ഒരു തോലൊടിച്ചിടലാണത്. എനിക്ക് സന്തോഷിക്കണ്ടേ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ ഞാൻ അനുഭവിക്കുന്നേ. അപ്പോൾ എനിക്ക് സന്തോഷിക്കണ്ട. അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ സിനിമ കാണാൻ പോയതാണ്.
നീ സന്തോഷിക്കണം, നീ ഒരുപാട് സന്തോഷിക്കണം, ഒത്തിരി സന്തോഷിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിന്നെ നോക്കി ആളുകൾ കൗതുകത്തോടു കൂടിയാണ് കാണുന്നത്. ഭർത്താവ് മരിച്ചതിൻ്റെ ആണ്ടിന് വേറൊരുത്തനെ വിളിച്ചു വരുത്തി ഐ എം എ ഡിസ്ക് ഡാൻസർ ടങ്കൻ ടങ്കൻ, ഐ എം എ ഡിസ്ക് ഡാൻസർ ടങ്കൻ ടങ്കൻ, അങ്ങനെയൊക്കെ കാണിക്കണം. എന്നാലല്ലേ വിധവകൾക്കൊരു ഊർജം വരുള്ളൂ. ഞാൻ അതിലൊരു തോൽവിയാടി. ഈ ഭർത്താവ് മരിച്ച ഉടനെ പിന്നെ എനിക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടല്ലെന്ന് പറഞ്ഞ് ഒരു സൈഡ് ഒരു കാല് കയ്യും ഒക്കെ അങ്ങ് ഒടിഞ്ഞു കുത്തി ഇതാ അടങ്ങണം. പുള്ളി ഇതുവരെ ഒന്നും റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വേണം എനിക്ക് ഇനി ഒരു കല്യാണം കഴിക്കാമെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് പറ്റണില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ ബെസ്റ്റാടി, സൂപ്പറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ക്യാൻസർ പേഷ്യൻസ് എല്ലാം നിന്നെ കണ്ട് പഠിക്കണം. പിക്ക് ലൈനല്ല, ഇനി വേറെ എന്തെങ്കിലും ലൈൻ ഇട്ടാൽ പോലും നീ അതും എടുത്തുകൊണ്ട് നീ തിയേറ്ററിൽ പോയി സിനിമ കാണും. ഫോണിൽ വെച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലവ കവാത്തടിയും. ആളുകൾ പൈസ തന്നതേ ഹോസ്പിറ്റൽ എക്സ്പെൻസിനാ. ലവ കവാത്തടിച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ ആ ഒരു പ്രൈവസി പോലും മാനിക്കാതെ അവരെ ഇട്ട് ചവിട്ടി പിളർന്ന് അതിനല്ല പൈസ തന്നത്. അങ്ങനെയുള്ളവരത് കാണുമ്പോൾ വല്ലതൊക്കെ പറയും. സിനിമയ്ക്ക് പോകണമെന്നൊരു കുറ്റമൊന്നുമല്ല, നല്ലതാണ്. പക്ഷേ വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ലൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ സിനിമയ്ക്ക് തള്ളിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല അടിയുടെ കുറവാണ്. വേറെ ഒന്നും പറയാനില്ല, ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞിട്ട് നിനക്കൊക്കെ ഇളവണ്ടല്ല. നിനക്കൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ കൊണേശൻ വന്നിട്ട് നിനക്ക് ഐഡിയയും പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി, അതങ്ങോട്ട് ഇട്ട് തരാണ്. പിന്നെ നിങ്ങളതെടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നു, അങ്ങനെ പറഞ്ഞാൽ കൊണേശൻ അതല്ലേ അറിയാവുള്ളൂ. എല്ലാം കൊള്ളാം, നല്ല കാര്യം, സന്തോഷം. ശങ്കൃത പമകരി തങ്കത്തിങ്ക തരികിട തങ്കൃത തകൃതവും, അത്രയും മനസ്സിലായുള്ളൂ. രാഹുലിന് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു ചേർക്കൻ തന്നെയാണ് അവൻ. ഇന്നലെയൊക്കെ ഇരുന്ന് ടെൻഷൻ അടിച്ചൊരു പാട്ടൊക്കെ ഇട്ടപ്പോൾ നീ വിചാരിച്ച് എച്ചപ്പെട്ട് ചെറുക്കനെ അങ്ങ് മെൻ്റലി ഞാൻ ഡൗൺ ആക്കി, ചെറുക്കൻ ഉടനെ തന്നെ കയറി തൂങ്ങും. അപ്പോൾ പിന്നെ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഞള്ളിയെടുക്കാം എന്നുള്ളത്. കൊച്ചിൻ്റെ അവകാശം ആർക്ക്? നിൻ്റെ അച്ഛനും അമ്മയ്ക്കും. സുധിയുടെ അമ്മ മരിച്ചുപോയാ അന്തേ അവർക്ക് അവകാശമില്ല. എടി നീ എത്രത്തോളം കൃമി കീടം കുരുത്തുപുട്ടിക്കാരിയാണെന്ന് ഇതിൽ കൂടുതലൊരു എവിഡൻസ് ഇനി വെക്കണം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൃമി കീടമാണ് നീ. ആ പെറ്റമ്മയ്ക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ പ്രതീകമായിട്ടല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കറക്റ്റ്. ഏത് അത് നീ ആലോചിച്ചെടുത്തോ? ഞാൻ പറഞ്ഞ എന്താ, ഒന്നും പറയാനില്ല. സൂപ്പർ കുടുംബം, കുടുംബം. ചേടത്തി ജമ്മത്ത് ജോലിക്ക് പോവില്ല, ചേടത്തിയുടെ കെട്ടിയാൽ പിന്നെ ഒട്ടും പോകത്തില്ല. അപ്പോൾ പിന്നെ ചളവിനും ചെറുപ്പിനും ഒക്കെ നിന്നെ കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി ബാങ്കിൽ ശേഖരിച്ച് വെച്ചിട്ട് എൻ്റെ കൊച്ചിനെ നോക്കാനായിട്ട് അവരെ നിൽക്കും. ചില പെണ്ണുങ്ങളുണ്ട് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും നല്ല രീതിയിൽ നല്ല ആക്റ്റീവായ ഹൈപ്പർ ആക്റ്റീവായ പെണ്ണുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും. കാരണം വീട്ടു ജോലിയും പുറത്തെ ജോലിയും കുട്ടികളെ നോക്കലും ഭയങ്കര ആക്റ്റീവായിരിക്കും. അവരുടെ കുഞ്ഞുങ്ങൾ എവിടെയോ എത്തിപ്പോവും. അറിയാമോ എന്തെന്നറിയാമോ? അവർക്ക് എല്ലാം കൊണ്ടും എല്ലായിടത്തും തൻ്റെ കൈകൾ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരായിരിക്കും. അതേസമയം മടിച്ചികളുണ്ട്. അതാണ് മടിയെ മലചമുക്കൊന്നും കേട്ടില്ലേ, അതുപോലെ. അത് നിനക്കൊരു ദിവസം മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ നന്നാക്കാൻ ദൈവം തമ്പുരാനെ കൊണ്ടും പോലും പറ്റത്തില്ല. പക്ഷേ നീയും ഫാദറും കൂടെ ഇറങ്ങി നിന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ദൈവവിളി ഉണ്ടായി. ദൈവവിളിക്ക് വേണ്ടി ഞാൻ പറയും സ്തോത്ര കാഴ്ചയ്ക്ക് പോകുന്നത് നീയൊക്കെ ചെയ്യണം. കാരണം ആ വിഭാഗത്തിൽ കുറച്ച് നേരും നെറിയുള്ള മനുഷ്യർ ഇതൊരു സാധനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന കണക്കുള്ള ദൈവവിചാര ദൈവവിളി വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ ഇതായിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ പാടുള്ളൂ. മനസ്സിലായ? ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ വെച്ചിട്ട് പോവാടി. അവൾ വലിയ കോണായിരുന്നുകൊണ്ട് പറയുന്നു. അവിടെ ഈ കളിയും ഈ തരികിടയും കണ്ടിട്ടാണ് നാട്ടുകാർ മനുഷ്യാവകാശ കമ്മീഷന് പേപ്പർ കൊടുത്തത്. നിന്നെ സംശയിക്കുന്നത് അതുകൊണ്ടാണ്. അസുഖം എന്ന് പറയുമ്പോൾ ഒരു മൂക്കുപനി വന്നാൽ പോലും എനിക്ക് പേടിയാണ്. ഒരു ചെറിയ പനി വന്നാൽ പോലും എനിക്ക് പേടിയാണ്. ഞാനിതിപ്പോഴത്തെ 4 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. 4 പ്രാവശ്യം ഈ മാസം. ഓരോ തവണയും പോകും, ട്രിപ്പ് ഇടും വരും. ഓരോ തവണ ട്രിപ്പാണ്, ജസ്റ്റ് നമ്മളെ ഒന്ന് ഇതാക്കുന്ന ട്രിപ്പ് മാത്രമാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മൂത്തോനെ വിളിച്ചിട്ട് പറയണം, മക്കളെ എനിക്ക് എന്തെങ്കിലും ആയാൽ കൊട്ടനെ പഠിപ്പിക്കണേടാ, അവൻ്റെ പഠിത്തം നീ മുടക്കിക്കളയല്ലേടാ. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവൻ പറയും പിന്നെ ഒരു തുമ്മപ്പനി വന്നപ്പോൾ അതേ തുടങ്ങി. ഇതാണ് എൻ്റെ മോൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫാക്കുക. ഒരു പനി വന്നാൽ പോലും നമ്മൾ ടെൻഷൻ അടിക്കും. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയിരുന്ന് പൊളക്കയല്ലേ ചെയ്യണം. തിയേറ്ററിൽ പോയിരുന്ന് പൊളന്നിട്ട് അവളെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല. നീയായി നിൻ്റെ പാടായി. നമ്മളിത് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിയെന്ന്.